ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു കപ്പ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കപ്പയുടെ 2 അറ്റവും ഒന്ന് മുറിച്ച് കളയണം. പിന്നെ ഇതുപോലെ നീളം കുറച്ച് മുറിച്ചെടുക്കണം. ഇനി നമ്മൾ ഓരോന്നായിട്ട് തൊലി പൊളിച്ചെടുക്കണം. തൊലി പൊളിച്ചിട്ട് നമ്മൾ കപ്പ 2ആയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചും കൂടി എടുക്കണം. എല്ലാം മുറിച്ച് വെച്ചിട്ട് നമുക്ക് കപ്പ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കപ്പ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി ഒരു കലത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കപ്പയേക്കാളും കുറച്ച് മുകളിലായിട്ട് വെള്ളം വേണം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ഇപ്പോൾ ഞാനിത് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളം കളയുവാണ്. കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കണം. ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പ ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പ ഒന്നുകൂടി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ നീളത്തിലാണ് നമ്മൾ മുറിക്കുന്നത്. ഒത്തിരി കനം കുറയാതെ നമ്മൾ മുറിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം ഞാൻ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊന്ന് താളിച്ചെടുക്കാം. അതിന് നമുക്ക് ചുവന്നുള്ളി വേണം. 8 ചുവന്നുള്ളി വട്ടത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർക്കണം. ഉള്ളി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിയുടെ കളർ മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പ അധികം പൊടിഞ്ഞു പോകാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഇളക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കപ്പ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ കപ്പ റോസ്റ്റ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്